ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ മിക്സിയുടെ ജാറിലോട്ട് പച്ചമാങ്ങ അരിഞ്ഞതും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അതാണ്ട് ഞാനിവിടെ 2 പച്ചമാങ്ങയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ചന്തയിൽ പോയപ്പോ അവിടെ ഇരിക്കുന്നായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ പച്ചമാങ്ങ കാണുമ്പം ഒരു കൊതിയാണ്. ഇവിടെങ്ങും അതെനിക്ക് കിട്ടാറില്ല. അപ്പഴ് മിക്കവാറും ഈ പച്ചമാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ പഴുത്ത മാങ്ങേന്റെ അതും കഴിയാനായി. അപ്പൊ അതാണ്ട് ഉള്ളവരെല്ലാം ഉണ്ടാക്കി നോക്കിക്കോളൂട്ടോ. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരുപാട് അങ്ങ് ചെറുതാക്കിയൊന്നും ആവശ്യമില്ല. അത്യാവശ്യം വലുതായിട്ട് തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ദാണ്ടെ ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചെറുതായതിന്റെ പേരിലാണ് ട്ടോ 2 മാങ്ങ എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അത് ഒരുപാട് പുളിയില്ലാതെ നോക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി അല്ലി ചേർക്കണം. ഞാനൊരു 8, 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. അതും കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അതിനനുസരിച്ച് ചേർത്താൽ മതിയേ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ടെ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു കട്ട പോലൊക്കെ കിടക്കുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടിയാണ് ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. ഒരു മൺചട്ടി. ഇതിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ ഒരു കുഴപ്പം ഇതാണ്. വെളിച്ചെണ്ണ ചൂടാവാനുള്ള ക്ഷമ എനിക്കില്ല. അതിന് മുന്നേ ഞാൻ കടുകിട്ട് കൊടുക്കും കേട്ടോ. എപ്പോഴും ഉള്ളതാണ് എനിക്കിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന്, ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടെ ചേർത്തിട്ട് കടുകൊക്കെ പൊട്ടി ആ ഉഴുന്നിൻ്റെയൊക്കെ കളർ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ എത്തുമല്ലോ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ ചൂടാവാത്തത് കൊണ്ടാണ് കടുകൊന്നും പൊട്ടാതെ കിടക്കുന്നത്. ഇപ്പൊ ദാണ്ടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആ ഉഴുന്നിന്റെ കളറും മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു സമയത്തുമ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മാങ്ങേന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കൈവച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ആ വെളുത്തുള്ളിന്റെയും ആ പച്ച മാങ്ങയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1, 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പൊ ഇതുപോലെ മാങ്ങാക്കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു മാങ്ങാക്കറിയാണ് ഇത്. അപ്പൊ ദാണ്ടെ ഇതുപോലെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. നമ്മുടെ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൽ തന്നെ വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ഗ്രേവിയിലൊന്നും അല്ല ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് തിക്കായിട്ടാണ്. അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അവിടെ ഇരുന്ന് ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പൊ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 6, 7 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ദാണ്ടെ ഒരു 6, 7 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. കുറച്ചങ്ങ് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. കണ്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ദാണ്ടെ കണ്ടോ നല്ലപോലെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് കിട്ടുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതേ കുറച്ച് തേങ്ങ, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റ് കണക്കിനൊന്ന് അരച്ചെടുത്തതാണ്. അങ്ങനെ തന്നെ അരപ്പായിട്ട് തന്നെ ചേർക്കാം. അല്ലെങ്കിൽ ആ തേങ്ങാ പാൽ എടുത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അരപ്പോട് കൂടി അതായത് അരപ്പ് തന്നെ അങ്ങ് ചേർക്കുകയാണ്. നല്ല പേസ്റ്റ് കണക്കിന് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സഡ് ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം.
ഈ സമയം നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഉപ്പ് ഇത്തിരി കുറവാന്ന് തോന്നി എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ് കുറച്ച് മധുരം. അതായത് ഒരു 1 1/2 ടീസ്പൂണൊക്കെ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ശർക്കര പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. ഈ ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അത്യാവശ്യം ഒന്ന് ചേർക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പെർഫെക്റ്റ് ആവുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ മിക്സാക്കി ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരണം. ഒരുപാട് നേരം കൊണ്ട് തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് തിള വരുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ ദാണ്ടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വെക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പൊ ദാണ്ടെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. ഈ ഒരു മാങ്ങാക്കറിയുടെ കൂടെ കുറച്ച് പൊരിച്ച മീനും കൂടെ സൈഡിലായിട്ട് ഉണ്ടെങ്കില് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചോറിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട. വയറ് നിറയെ ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കണ്ടോ കാണുമ്പോഴേ അറിയായിരിക്കില്ലേ എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കും ഈ കറി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ പച്ചമാങ്ങയൊക്കെ എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കില് കയ്യിലുണ്ടെങ്കില് ഉണ്ടാക്കി നോക്കിക്കോളൂ. ചൂട് ചോറിന്റെ കൂടെ ഇത് നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ കയ്യിൽ കുറച്ച് നെത്തോലിയാണ് കേട്ടോ. അത് ഞാൻ ഫ്രൈ ചെയ്തതാണ്. അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ നെത്തോലീന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു കറിയുടെ കൂടെ ആ ചോറും കൂടെ മിക്സ് ആക്കി ഒന്നങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ സ്വർഗ്ഗാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് തിന്നാലോ. അപ്പൊ അതാണ് ഞാനിത് ആ മീൻ പൊരിച്ചതും ആ മാങ്ങാക്കറിയോട് ചേർത്തങ്ങോട്ട് കഴിക്കുവാണ് കേട്ടോ. പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.